എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാട്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ അടുക്കളയിലാണിന്ന്. വൈഫിനെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ വെച്ചാൽ അടിപൊളി ഒരു അഡാർ ഐറ്റം തോട്ടുമീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. ടിക്കൊക്കെ പിടിച്ച് നിൽക്കുകയാണ് ഞാൻ. അപ്പോൾ തോട്ടുമീൻ കാണിച്ചു തരാം. കഴിഞ്ഞ ദിവസം ഞാനും മക്കളും പോയി പിടിച്ചതാണ് തോട്ടുമീൻ. അതാ നല്ല ടേസ്റ്റായി കറം ഉണ്ടാക്കിയാൽ. ഞാൻ കുറേ കാലം മുന്നേ ഇതുണ്ടാക്കിയതാണ്, ഞാൻ സ്വന്തം ഉണ്ടാക്കി കഴിച്ചതാണ്. അപ്പം എല്ലാം അരിഞ്ഞിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സബോള, തക്കാളി, പച്ചമുളക്, കരിവേപ്പിൻ്റെ ഇല, വെളുത്തുള്ളി എല്ലാം, ഇഞ്ചി എല്ലാം സെറ്റാണ്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചാണ്, അതാവുമ്പം കുറച്ച് കഴിയുമ്പോൾ എടുക്കും. അപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി ചൂടാവട്ടെ. അപ്പോൾ നമ്മളെ ചട്ടി ഏകദേശം ചൂടായിട്ടുണ്ട്. നല്ല മൺചട്ടിയാണ്. മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റായി കാരണം. കുറച്ച് വെളിച്ചെണ്ണ മതി. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ ലാസ്റ്റ് നമുക്ക് പിന്നെ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ സബോള ഇടാൻ പോവാണ്. സബോള നമ്മൾ ഇടാൻ പോവാ കേട്ടോ. നമ്മൾ കുറച്ച് ഉപ്പിട്ടതാട്ടോ. ഉപ്പിട്ടിട്ട് വേഗം വാടാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. ഗ്യാസ് 2 പണി കിട്ടി. ഞാൻ അടുക്കളയിൽ കയറിയതിൽ 2 പണി കിട്ടി. ഒന്ന് നമ്മളെ ഉപ്പിൻ്റെ ടോപ്പ് പൊട്ടിപ്പോയി, നിലത്ത് വീണ് ചെതറി. അതേമാതിരി കുട്ടി ഇവിടെ വന്നപ്പോൾ കുട്ടീനെ ഇവിടെ കയറ്റിയിരുത്തി. കുട്ടീനെ തട്ടിയിട്ടിട്ട് ഓനും പോയിട്ടോ കുട്ടി. അപ്പോൾ ഏകദേശം നമ്മൾ ഉള്ളി വാടിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് തക്കാളി ഇടാൻ പോവാണ്. തക്കാളിയും പച്ചമുളകും നമ്മൾ എല്ലാം ഇട്ടിട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, സബോള, പച്ചമുളക് എല്ലാം ഇട്ട് ഇടെല്ലാം കറിയായി കാരണം. ഇതൊന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അല്ലാതെ പിന്നെ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ, മീൻ മസാല ഇട്ട് പൊളിച്ചെടുക്കും. നമ്മൾ കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പണ്ട് കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രം. ഇപ്പോഴല്ലേ കുറേ ഇൻഗ്രീഡിയൻസ് വന്നത്. കുറച്ച് മുളക് പൊടി കാച്ചാം. അപ്പോൾ കുട്ടിയായിട്ട് അതൊക്കെ എടുത്തു തരുന്നേ എനിക്കറിയാമല്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടോ. ഓക്കെ, പിന്നെ നമ്മളൊന്ന് ഇളക്കാൻ പോകണേ. ഇഡലോസ്കി കറി കരമക്കളെ. അപ്പം ഗൈസ്, അപ്പം നമ്മളെ പുളിവെള്ളം റെഡിയാണ് കേട്ടോ. പുളി വെള്ളത്തിലിട്ടത്. ഇനി നമ്മൾ പുളിവെള്ളം ഒഴിക്കാൻ പോവാണ്. ഓക്കെ, വാവ്. അപ്പം നമ്മളെ കറി ഏകദേശം നല്ല തിളച്ച് വെന്താണ്. അപ്പം ഇനി നമ്മൾ മീനിടാൻ പോവാ കേട്ടോ. ഓക്കെ, മീൻ ഏകദേശം സെറ്റാണ്. നല്ല കഴുകി ഫ്രഷ് നല്ല വൃത്തിയാക്കി വെച്ചതാട്ടോ. അപ്പം മീൻ ഇതാ തട്ടാൻ പോവാണ്, കണ്ടോളി. നല്ല തോട്ട് മീനാട്ടോ. അപ്പം ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കാൻ പോവാണ്. 2 തള ഇളച്ചാൽ നമ്മളെ മീൻ കറി ആയി. പിന്നെ അപ്പോൾ ഇനി 2 തള ഇളച്ചാൽ നമ്മളെ തോട്ടുമീൻ കറി ആവും. അപ്പം ഞാനിതാ കുറച്ച് വെള്ളം കുറവുണ്ട്, കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചത്, ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഒന്ന് കുറച്ച് കൂട്ടാം. അപ്പം നമ്മളെ മീൻ കറി ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഒന്ന് ഇളക്കി കാണാം. അടിപൊളി കറികരം. മീൻ ഏകദേശം വെന്തിട്ടുണ്ട്. ഗൈസ്, കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ടാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം.
അപ്പം കറി നമ്മൾ ഏകദേശം ആയിന് കേട്ടോ. അപ്പോൾ ഒന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്യാണ്. ടേസ്റ്റ് പറഞ്ഞാൽ ഈ ചൂടിൽ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കണം. വാവ്. ഇനി വേറെ ഒരു ടെസ്റ്റും കൂടി ഉണ്ട്. ഒന്ന് ടേസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക. അടിപൊളിയായി കാരണം അതിങ്ങനെ ഒഴിച്ചിട്ടാൽ മതി. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ ഓക്കെ. അപ്പോൾ ഏകദേശം കറിയൊക്കെ സെറ്റാണ്. അപ്പം എല്ലാവരോടും ഗുഡ് നൈറ്റ്.